Okay, hi student. Fourth semester exam preparation ഭാഗമായിട്ടുള്ള ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിന്റെ രണ്ടാമത്തെ പാർട്ടിലോട്ട് പോവുകയാണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നിങ്ങളുടെ തന്നെ സിലബസിൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നിരിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു, അതും ഫാർമക്കോളജിയുടെ. ഇന്ന് നമുക്ക് ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ തന്നെ പാത്തോളജിയുടെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നോക്കുന്നത്, എത്രത്തോളം കണ്ടന്റ് എഴുതണം, എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഒരു സാമ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എക്സാം ഇനി ആകെ ഒരു 10 ദിവസം കൂടെയാണ് ഇനി പഠിക്കാനുള്ളത്. അത്രയും ദിവസം 10 ദിവസം നിങ്ങൾ ഹാർഡ് വർക്ക് നന്നായിട്ട് ചെയ്യുക. മാക്സിമം പറ്റുന്നിടത്തോളം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. കാരണം അവിടെ ചോദിച്ച ക്വസ്റ്റ്യൻസ്, അവിടെ 10 മാർക്കിനും 5 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ്, ആ ടോപ്പിക്സ് ഏതാണോ ആ ടോപ്പിക്സുകൾ കൃത്യമായിട്ട് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളത് പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നില്ല, നിർബന്ധമില്ല. കിട്ടിയാൽ പ്രാക്ടീസ് ചെയ്യാം, സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അതല്ല എങ്കിൽ നിങ്ങൾ ഈ കണ്ടന്റ്സ് വായിക്കുമ്പോൾ അവിടെ കാണുന്ന പോയിന്റ്സ്, പുതിയ ടെർമിനോളജീസ്, വാല്യൂസ് ഒക്കെ വരുന്നതെല്ലാം എന്ത് ചെയ്യുക, പുതിയ സയൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ വരുന്നതൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും പാത്തോളജിയിൽ ഏത് ടൈപ്പിലുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ചോദിക്കൂ എന്നുള്ളതല്ല, ആ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. നിങ്ങളുടെ 4th സെമസ്റ്റർ എക്സാം ഓൾറെഡി KUHS കഴിഞ്ഞു. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എക്സാം ഈ ഒരു ഡിസംബർ പകുതിയോടുകൂടി കഴിയുകയാണ്. അപ്പോൾ നമ്മുടെ 4th സെമസ്റ്റർ കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി തന്നെ നിങ്ങൾക്ക് 5th സെമസ്റ്ററിന്റെ ക്ലാസ് കോളേജിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മളും അതിനോടൊപ്പം തന്നെ 5th സെമസ്റ്ററിന്റെ ക്ലാസ് ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 5th സെമസ്റ്ററിന്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. ഇവിടെ ഈ ഒരു പോസ്റ്ററിനകത്ത് നിങ്ങൾക്ക് വേണ്ട 5th സെമസ്റ്റർ നമ്മുടെ റെഗുലർ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അതായത് ഇതുവരെയുള്ള കോഴ്സുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് ക്രാഷ് കോഴ്സ് ആയിട്ടാണെങ്കിൽ ഇനിയുള്ള കോഴ്സുകൾ അങ്ങനെയല്ല, നമ്മൾ റെഗുലർ കോഴ്സ് ആയിട്ടാണ് നടത്തുന്നത്. അതായത് ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ ആകെ ഒരു 3 മാസം അല്ലെങ്കിൽ 2 മാസം അങ്ങനെയൊക്കെ ആയിരുന്നു കോഴ്സ് നടത്തിയിരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കറക്റ്റായിട്ട് പഠിക്കാനുള്ള സമയവും കിട്ടുന്നില്ല. നമുക്ക് ഒരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് കംപ്ലീറ്റ് ചെയ്യാനും പെട്ടെന്ന് ഒരുപാട് ക്ലാസ്സുകൾ എടുത്ത് തീർക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനും മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 5th സെം റെഗുലർ കോഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതായത് നിങ്ങളുടെ കോളേജിൽ നിങ്ങൾക്ക് 5th സെം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒപ്പം നമ്മളിവിടെ 5th സെം സ്റ്റാർട്ട് ചെയ്യുന്നു. ടിൽ യുവർ എക്സാം, അതായത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം എപ്പോഴാണ് 5th സെം വരുന്നത് അതുവരെയും ഇതിലൂടെ കിട്ടുന്ന എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് കാണാനുള്ള എത്ര തവണ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണത്തക്ക രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഓൺലൈൻ കോഴ്സുകൾ ഓൾറെഡി ജോയിൻ ചെയ്തവർക്ക് അറിയാം, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയാണ് നിങ്ങൾക്ക് മെറ്റീരിയലുകളെല്ലാം ഷെയർ ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയുന്നവരാണ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചുരുക്കി ഒന്ന് ഡീറ്റെയിൽസ് പറയാം. നിങ്ങളുടെ സിലബസിൽ യൂണിവേഴ്സിറ്റി എക്സാമിന്, അതായത് 5th സെമ്മിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഏതൊക്കെ സബ്ജക്ട്സ് ആണോ വരുന്നത് ആ സബ്ജക്ട്സിൻ്റെ കംപ്ലീറ്റ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ 3 മാസത്തിനകം നിങ്ങൾക്ക് എടുത്തു തീർക്കുന്നതായിരിക്കും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസംബർ 15 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഉണ്ട് ഡീറ്റെയിൽസ് എല്ലാം. ഡിസംബർ 15 നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. 15 മുതൽ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഓക്കെ, 3 മന്ത്സ്, മാർച്ച് 15 വെച്ച് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സബ്ജക്ട്സ് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ എടുത്തു തരും. ഓരോ ക്ലാസ്സുകളും കഴിയുമ്പോൾ, ഓരോ യൂണിറ്റും ക്ലാസ് കഴിയുമ്പോൾ അതിൻ്റെ ഷോർട്ട് നോട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഒപ്പം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ചു വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ നമ്മൾ 3 മാസം കൊണ്ട് സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ എടുത്ത് തീർത്തതിന് ശേഷം നിങ്ങളുടെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം 10 വർഷത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതായത് 10 വർഷം പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കുറച്ച് MCQs പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് MCQs നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അത് എല്ലാ ചാപ്റ്ററുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള MCQs ആയിരിക്കും ഷെയർ ചെയ്ത് തരുന്നത്. പക്ഷെ അത് കൂടാതെ MCQs ആ ഒരു ലാസ്റ്റ് സെക്ഷൻ മാത്രമല്ല, ക്ലാസ് പഠിപ്പിക്കുമ്പോൾ തന്നെ അവിടെ ഞാനത് ഓരോ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഹൈലൈറ്റ് ചെയ്ത് പറയും. ഇത് നിങ്ങൾക്ക് വൺ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ഇത് 5 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, 2 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതായത് ഈ ക്ലാസ്സുകൾ കണ്ടു പഠിക്കാൻ തയ്യാറാണെങ്കിൽ, അതായത് റെഗുലറായിട്ട് നമ്മളിവിടെ ക്ലാസ്സുകൾ എടുത്തു തരുന്നു, അതിനൊപ്പം നിങ്ങളും പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി, ഈവൻ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ മോർ ദാൻ ഡിസ്റ്റിങ്ഷൻ മാർക്കോടുകൂടി തന്നെ നിങ്ങൾക്ക് പാസ്സാകാൻ
പറ്റും. അതല്ല ക്ലാസ്സുകൾ വാങ്ങി വെച്ച് പഠിക്കാതെ അവസാന നിമിഷം 10 ദിവസം മുന്നേ ഒക്കെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് എത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എത്ര കണ്ടന്റ് നിങ്ങൾക്ക് തന്നിട്ടും കാര്യമില്ല. നിങ്ങൾ അവിടെ പഠിക്കുന്നതിന് ഒരു ലിമിറ്റേഷൻ അവിടെ ഉണ്ട്. ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് പാസ്സാകാനുള്ള മാർക്ക് അവിടെ കിട്ടത്തുള്ളൂ. കാരണം നമ്മുടെ ആ ഒരു കോഴ്സിന്റെ ബെനിഫിറ്റ്, അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഞാൻ എടുക്കുന്ന ക്ലാസ്സിന് അല്ലെങ്കിൽ നമ്മളിവിടെ തരുന്ന ആ മെറ്റീരിയൽസ് അതാത് സമയത്ത് കറക്റ്റായിട്ട് പഠിക്കുകയും അത് റിവിഷൻ ചെയ്യുകയും ഉണ്ടാകുന്ന ഡൗട്ടുകൾ അത് ക്ലാരിഫൈ അതാത് സമയത്ത് തന്നെ ക്ലാരിഫൈ ചെയ്ത് പോവുകയും തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നല്ല മാർക്കോട് കൂടി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിനൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാം. നമ്മുടെ ഇവിടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും മോർ ഇൻഫർമേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 8891127927 എന്നുള്ളത് നമ്മുടെ ഓഫീസിലെ നമ്പറാണ്. വാട്സപ്പ് ചെയ്യുക, അവർ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ കോഴ്സിൻ്റെ ഫീ എന്ന് പറയുന്നത് 3499 ആണ്. കോഴ്സ് ജോയിൻ ചെയ്യുന്ന അതായത് December 15 മുന്നേ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓഫർ എമൗണ്ട് ആയിട്ടുള്ള 2499 നിങ്ങൾക്കിത് കോഴ്സ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. ഇന്ന് 1ാം ക്ലാസ്സിനും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും വളരെയധികം ഫീസ് ഓരോരുത്തരും ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ ഒരു പ്രൊഫഷണൽ കോഴ്സിന് പോലും നിങ്ങൾക്ക് 6 മാസത്തെ കോഴ്സിന് ടോട്ടലി 2499 മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി എല്ലാ കണ്ടൻസും ഡീറ്റെയിൽ ആയിട്ട് എടുത്തതിൻ്റെ ക്ലാസ്സും ഷോർട്ട് നോട്ട്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് ക്ലാസ്സുകൾ എടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ, താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് പാത്തോളജി ആൻഡ് ജെനറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്കറിയാം ഒരു പേപ്പറാണ് ഫാർമക്കോളജി, പാത്തോളജി, ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാർമക്കോളജി 1ഉം 2ഉം കൂടി ചേർത്തിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇന്നത്തേത് രണ്ടാമത്തെ സെക്ഷൻ ബി എന്ന് പറയുന്നത് പാത്തോളജി 1 and 2 ആൻഡ് ജെനറ്റിക്സ്. ഇതിലെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പാത്തോളജിയുടെയും ജെനറ്റിക്സിനെയും കമ്പൈൻ ചെയ്തിട്ട് ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. 7 ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകുക. ടോട്ടലി ഈ പേപ്പർ എന്ന് പറയുമ്പോൾ 37 മാർക്കാണ്. 37 മാർക്സിൽ 7 മാർക്സ് വന്നിട്ട് എവിടെയാണ്? നമ്മുടെ MCQസിനാണ്. 7 MCQs ആണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഞാനിതൊന്ന് സാമ്പിൾ ആയിട്ട് വായിക്കേണ്ടത്, കാരണം ഇത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള ഏതൊക്കെ ടോപ്പിക്സ് നിങ്ങൾ പഠിക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതിൽ നിന്നെല്ലാം മുൻവേർഡ് ക്വസ്റ്റ്യൻസ് വരാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിലാഡൽഫിയ ക്രോമസോം ഈസ് സീൻ ഇൻ, അതായത് ഒരു ഡിസോർഡറിലെ, ഒരു ക്രോമസോം ഡിസോർഡറിലെ ക്രോമസോമിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ്റെ അല്ലെങ്കിൽ ഒരു അബ്നോർമാലിറ്റിയുടെ ആ ഒരു ക്രോമസോം അബ്നോർമാലിറ്റി, ആ ജീനിനെ അല്ലെങ്കിൽ ക്രോമസോമിനെ പറയുന്ന പേരാണ് ഫിലാഡൽഫിയ ക്രോമസോം. അപ്പോൾ ഈ ഫിലാഡൽഫിയ ക്രോമസോം എന്ന് പറയുന്നത് ഏത് ഡിസീസിലാണ് കാണപ്പെടുന്നതെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻസ് AML, മൾട്ടിപ്പിൾ മൈലോമ, CML, പോളിസൈത്തീമിയ. കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്തുക. കറക്റ്റ് ഓപ്ഷൻ CML. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഈ ഒരു ഓപ്ഷൻ ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഈ ഫിലാഡൽഫിയ ക്രോമസോം അല്ലെങ്കിൽ എന്താണ് ഈ CML എന്ന് പറഞ്ഞാൽ എന്ന് നോക്കാം. CML ആക്ച്വലി ലുക്കീമിയാണ്. ലുക്കീമിയൻ CML നിങ്ങൾ ഓർമ്മയില്ലെങ്കിലും ലുക്കീമിയ എന്നുള്ള വേർഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ദാറ്റ് ഈസ് ബ്ലഡ് ക്യാൻസർ അല്ലെ. ആ ഒരു ബ്ലഡ് ക്യാൻസർ ഉള്ള പേഷ്യൻസിനുണ്ടാകുന്ന ഒരു ക്രോമസോം അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ആ ക്രോമസോമിനെയാണ് ഫിലാഡൽഫിയ ക്രോമസോം എന്ന് പറയുന്നത്. അതിൻ്റെ ചെറുതായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് നോക്കുക. ദ ഫിലാഡൽഫിയ ക്രോമസോം ഓൾസോ നോൺ എസ് ദ ഫിലാഡൽഫിയ ട്രാൻസ്ലൊക്കേഷൻ. എന്താണ് ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്? അതായത് ഒരു ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലോട്ട് ക്രോമസോമിൻ്റെ ഒരു പാർട്ട് പോകുന്നു. ഓക്കെ, അവിടെ ട്രാൻസ്ലൊക്കേഷൻ സംഭവിക്കുന്നു. അതിനെ തന്നെയാണ് ഫിലാഡൽഫിയ ക്രോമസോം എന്നും അല്ലെങ്കിൽ ഫിലാഡൽഫിയ ട്രാൻസ്ലൊക്കേഷൻ എന്നും പറയുന്നത്. ഇറ്റ് ഈസ് എ ജനറ്റിക് അബ്നോർമാലിറ്റി ഇൻ ക്രോമസോം 22. അതും ഒരു ഒൺവേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഫിലാഡൽഫിയ ക്രോമസോം എന്ന് പറയുമ്പോൾ നമുക്ക് 46 ക്രോമസോംസ് ഉണ്ട്. അതിൽ എത്രാമത്തെ ക്രോമസോമിലാണ് അവിടെ ഈ ഒരു അബ്നോർമാലിറ്റി ഉണ്ടാകുന്നത്? അങ്ങനെ ഒരു ഒൺവേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നോട്ട് ചെയ്തോളുക. ഇറ്റ് ഈസ് that abnormality, genetic abnormality observed in chromosome 22 that's associated with leukemia. ഇത് കാരണം അല്ലെങ്കിൽ ക്രോമസോം 22-ലെ ഈ ഒരു ട്രാൻസ്ലൊക്കേഷൻ കാരണം എന്ത് ഡിസോർഡർ ആണ് ഉണ്ടാകുന്നത്? ലുക്കീമിയ ആണ് ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ, ഇനി ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ ഫ്യൂഷൻ ഓഫ് 2 ജീൻസ്. 2 ജീനുകൾ ഒത്തുചേരുന്നു അല്ലെങ്കിൽ ഫ്യൂഷൻ സംഭവിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ദാറ്റ് occurs when a part of the ABL gene on chromosome 9, 9ാമത്തെ ക്രോമസോമിലെ ABL ജീൻ അതിൽ നിന്നും ബ്രേക്ക് ഓഫ് ആയി, അതിൽ നിന്നും ഡിറ്റാച്ച് ചെയ്തിട്ട് അതെന്ത് ചെയ്യുന്നു?
attaches to the BCR gene on chromosome 22. അതായത് ക്രോമസോം 9ൽ നിന്ന് ABL എന്നുള്ള ജീനിന്റെ ഒരു പാർട്ട് അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ക്രോമസോം 22വിലെ BCR എന്നുള്ള ക്രോമസോം അവിടെ എന്ത് ചെയ്യുന്നു, അറ്റാച്ച് ചെയ്യുന്നു. അവിടുത്തെ BCR എന്നുള്ള ജീനിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഇങ്ങനെ ഈ ഫ്യൂഷൻ, ജീൻ ഫ്യൂഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്നു, BCR ABL1 അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇങ്ങനെ ഒരു ജീൻ ഉണ്ടാകുന്നു. ബിക്കോസ് ഓഫ് ദിസ് ഫ്യൂഷൻ ജീൻ, ദാറ്റ് ഈസ് BCR ABL1, ഇറ്റ് പ്രൊഡ്യൂസസ് എ പ്രോട്ടീൻ that causes white blood cells to grow uncontrollably. അപ്പം ഇങ്ങനെ ഒരു BCR ABL1 ജീൻ അവർ ഫ്യൂഷൻ സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ പ്രോട്ടീൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ബ്ലഡ്, അതായത് നമ്മുടെ ബോൺ മാരോയിൽ നിന്ന്, റെഡ് ബോൺ മാരോയിൽ നിന്ന് വൈറ്റ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ അധികമായിട്ടുണ്ടാകുന്നു. ക്ലിയർ ആയോ? അധികമല്ല, അൺകൺട്രോളബിൾ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് എന്തിലോട്ട് കാരണമാകുന്നു? ഇറ്റ് ലീഡ്സ് ടു ലുക്കീമിയ ഓർ ബ്ലഡ് ക്യാൻസറിലോട്ട് കാരണമാകുന്നു. This creates a short chromosome 22 and a new combination of instructions for the cells. These new instructions can lead to development of ഈ ലുക്കീമിയ തന്നെയാണ് മറ്റൊരു പേരിൽ എന്ത് പറയുന്നത്, ക്രോണിക് മൈലോജീനസ് ലുക്കീമിയ. ഇതിന്റെ ഷോർട്ട് ഫോം ആയിരുന്നു നമ്മുടെ ഓപ്ഷൻ സി, ദാറ്റ് ഈസ് CML, ക്രോണിക് മൈലോജീനസ് ലുക്കീമിയ. അല്ലെങ്കിൽ ചിലപ്പോൾ ഓപ്ഷനിൽ ഡയറക്ട്ലി ലുക്കീമിയ എന്ന് പറഞ്ഞു വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഫിലാഡൽഫിയ ക്രോമസോം എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് അതിന്റെ ആൻസർ. ക്ലിയർ? Next question, characteristics of X-ray finding in osteosarcoma. നമ്മൾ എവിടെയാണ് പാത്തോളജിയിൽ ഓസ്റ്റിയോസാർക്കോമ പഠിച്ചത്? പെത്തോളജി ഓഫ് മസ്കുലോസ്കെൽട്ടൺ പഠിച്ചപ്പോൾ നമ്മൾ ഓരോ സിസ്റ്റത്തിന്റെ പത്തോളജിക്കൽ കണ്ടീഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ സിസ്റ്റവും പഠിച്ചപ്പോഴും അവിടെയുള്ള ക്യാൻസറസ് ഡിസീസസ് അല്ലെങ്കിൽ ട്യൂമറിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ മസ്കുലോസ്കെൽട്ടൺ പഠിച്ചപ്പോൾ അവിടെയും ബോണിൽ ഉണ്ടാകുന്ന ട്യൂമറുകൾ, ബിനൈൻ ട്യൂമറും ഉണ്ട്, മാലിഗ്നന്റ് ട്യൂമർ ഉണ്ട്. അതിനെക്കുറിച്ച് പല ടൈപ്പുകൾ നമ്മൾ പഠിച്ചു. അതിൽ ഓസ്റ്റിയോസാർക്കോമ എന്ന് പറയുന്ന മാലിഗ്നന്റ് ട്യൂമറിൽ നമ്മൾ അത് ഓരോ ഡിസീസസ് കൺഫേം ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് വാല്യൂഷൻസ് ചെയ്ത് നോക്കുന്നു. അതിൽ ഒരു ഡയഗ്നോസ്റ്റിക് വാല്യൂഷൻ എക്സ്പെഷ്യലി ബോൺ റിലേറ്റഡ് അല്ലെങ്കിൽ മസ്കുലോസ്കെൽട്ടൺ ഡിസോർഡേഴ്സ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി വി വിൽ ഡു എക്സ്റേ. അവിടെ ഒരു ഫസ്റ്റ് ഒരു പ്രിലിമിനറി ടെസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ എക്സ്റേ ചെയ്യും. അങ്ങനെ ഓസ്റ്റിയോസാർക്കോമ ഉള്ള പേഷ്യൻസിനെ എക്സ്റേ ചെയ്താൽ അതിനകത്ത് എന്താണ് പ്രധാനമായിട്ട് ഈ ഒരു ഓസ്റ്റിയോസാർക്കോമ കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മളവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, എന്ത് സിംറ്റമാണ് അല്ലെങ്കിൽ എന്ത് മാർക്കാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓപ്ഷൻസ്: സോപ്പ് ബബിൾ അപ്പിയറൻസ്, ഓപ്ഷൻ ബി പഞ്ച്ഡ് ഔട്ട് ലീഷൻസ്, ഓപ്ഷൻ സി കോഡ്മാൻസ് ട്രയാങ്കിൾ, ഓപ്ഷൻ ഡി ഒനിയൻ സ്കിൻ അപ്പിയറൻസ്. എക്സ്റേയിൽ കാണുന്ന ഫൈൻഡിങ് ആണ് ചോദിച്ചത്. സോ അവിടെ ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, കോഡ്മാൻസ് ട്രയാങ്കിൾ. കോഡ്മാൻസ് ട്രയാങ്കിൾ, ദിസ് ഇസ് ദ ഫൈൻഡിങ് സ്പെഷ്യലി ഫൗണ്ട് ഇൻ ദ എക്സ്റേ ഇൻ ദ പേഷ്യൻസ് വിത്ത് ഓസ്റ്റിയോസാർക്കോമ. ഓസ്റ്റിയോസാർക്കോമ ഉള്ള പേഷ്യൻസിന്റെ എക്സ്റേയിൽ പ്രധാനമായിട്ട് കാണുന്ന ഒരു ഫൈൻഡിങ്സ് ആണ് കോഡ്മാൻസ് ട്രയാങ്കിൾ. ആ ഒരു വേർഡ് മാത്രം നിങ്ങൾ ഓർത്തിരുന്നത്, അല്ല നിങ്ങളോട് എക്സ്റേ കണ്ടിട്ട് കോഡ്മാൻസ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിലുണ്ടോ എന്നോ അങ്ങനെയൊന്നും ആരും ചോദിക്കത്തില്ല. ഈ ഒരു വേർഡ് മാത്രം നിങ്ങളവിടെ പഠിച്ചാൽ മതി. ഓസ്റ്റിയോസാർക്കോമ, അതായത് മാലിഗ്നന്റ് ട്യൂമേഴ്സ് ഓഫ് ബോണിന്റെ ഒരു ടൈപ്പാണ് ഓസ്റ്റിയോസാർക്കോമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓസ്റ്റിയോജെനിക് സാർക്കോമ എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ പ്രൈമറി മാലിഗ്നന്റ് ട്യൂമർ ഓഫ് ദ ബോൺ ആണ്. മാലിഗ്നന്റ് ട്യൂമറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആൻഡ് ട്യൂമർ ഒക്കേഴ്സ് മോർ ഫ്രീക്വൻലി ഇൻ മെയിൽസ് ദാൻ ഫീമെയിൽസ്. മെയിൽസിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതും മോസ്റ്റ് കേസസ്, കൂടുതൽ കേസസ് ടീനേജസിലാണ് വരുന്നത്. 10 മുതൽ 25 വയസ്സിനകത്തുള്ള ആളുകളിൽ കൂടുതലായിട്ട് വരുന്നു. ഫാമിലിയിൽ റെറ്റിനോബ്ലാസ്റ്റോമ എന്നുള്ള ട്യൂമർ ഉള്ള പേഷ്യൻസിന് കൂടുതലായിട്ട് ഓസ്റ്റിയോസാർക്കോമ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് കൂടാതെ എൽഡർലി പേഷ്യൻസിന് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതലും യങ്സ്റ്റേഴ്സിനാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ ആ ഒരു ഓസ്റ്റിയോസാർക്കോമയുടെ ട്യൂമർ അഗ്രസീവ് ആവുന്നത് പേജസ് ഡിസീസ്, ഇറാഡിയേഷൻ, ക്രോണിക് ഓസ്റ്റിയോമൈലൈറ്റിസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഇത് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുക. ക്ലിനിക്കലി വെൻ എക്സ്റേ ഡൺ എന്തെല്ലാം നമുക്കവിടെ കാണാൻ പറ്റും? ക്ലിനിക്കലി ലോക്കലൈസ്ഡ് പെയിൻ ഉണ്ടാകും, സ്വെല്ലിങ്. എവിടെയാണോ ഈ ഒരു ഓസ്റ്റിയോസാർക്കോമ ഡെവലപ്പ് ചെയ്യുന്നത് അവിടെ പെയിനും സ്വെല്ലിങ്ങും ഉണ്ടാകും. അതുകൂടാതെ ക്ലാസിക് എക്സ്റേ ഫൈൻഡിങ്സ് ആർ, ഓസ്റ്റിയോസാർക്കോമയുടെ ക്ലാസിക് എക്സ്റേ ഫൈൻഡിങ് എന്താണ്? കോഡ്മാൻ ട്രയാങ്കിൾ, അതായത് പെരിയോസ്റ്റിയൽ എലിവേഷൻ ഉണ്ടാകും. പെരിയോസ്റ്റിയൽ എലിവേഷൻ ഉണ്ടാകും, ദാറ്റ് ഈസ് കോഡ്മാൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സൺ ബേസ്റ്റ് പാറ്റേൺ ആൻഡ് ബോൺ ഡിസ്ട്രക്ഷൻ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം കോഡ്മാൻ ട്രയാങ്കിൾ ആണ്. ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ സർജറി ഉണ്ട്, പിന്നെ ട്യൂമറിന് കീമോതെറാപ്പിയും
കൊടുക്കാം. പ്രൊഗ്നോസിസ് അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ട്രീറ്റ്മെൻറ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിട്ടുള്ള ഒരു ട്യൂമറാണ് ഈ ഒരു ഓസ്റ്റിയോസാർക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ ഓസ്റ്റിയോസാർക്കോമ 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. മൂന്നാമത്തെ ഓപ്ഷൻ, ആന്റികോയാഗുലന്റ് യൂസ്ഡ് ഫോർ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ഇസ്. അതായത് നമ്മൾ പല ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞ് 1-2 മിനിറ്റ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ക്ലോട്ടായി പോകും. അങ്ങനെ ആ ക്ലോട്ടായി പോകാതിരിക്കാൻ വേണ്ടി ബ്ലഡ് സാമ്പിൾ നമ്മൾ ഒരു ആന്റികോയാഗുലൻസ് ഉള്ള വാക്യൂം ടൈനറിലാണ് കളക്ട് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് അളന്ന് നോക്കാനുള്ള ബ്ലഡ് സാമ്പിൾ നമ്മൾ ആഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ ചേർക്കപ്പെടുന്ന ആന്റികോയാഗുലന്റ് ഏതാണ്? ഓപ്ഷൻസ് EDTA, ഡബിൾ ഓക്സലേറ്റ്, ഹെപ്പാരിൻ, സോഡിയം ഫ്ലൂറൈഡ്. ഓക്കെ, ഇത്രയുമായിരുന്നു ഓപ്ഷൻ. EDTA, ഡബിൾ ഓക്സലേറ്റ്, ഹെപ്പാരിൻ, സോഡിയം ഫ്ലൂറൈഡ്. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഇതിൽ വരുന്നത് സോഡിയം ഫ്ലൂറൈഡ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആക്ച്വലി മറ്റ് ആന്റികോയാഗുലൻസ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സോഡിയം ഫ്ലൂറൈഡ് ആണ്. സോഡിയം ഫ്ലൂറൈഡ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആന്റികോയാഗുലന്റ് ഫോർ മെഷറിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. ബ്ലഡ് ഷുഗർ ലെവൽ അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ബ്ലഡ് കട്ട പിടിക്കാതിരിക്കാനുള്ള ആന്റികോയാഗുലന്റ് സോഡിയം ഫ്ലൂറൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ആന്റി ഗ്ലൈക്കോലൈറ്റിക് ഏജന്റ്. എന്തുകൊണ്ട് മറ്റ് ആന്റികോയാഗുലൻസ് യൂസ് ചെയ്യാതെ സോഡിയം ഫ്ലൂറൈഡ് യൂസ് ചെയ്യുന്നു പറഞ്ഞാൽ എക്സാക്ട്ലി ആ ഒരു സാമ്പിളിനകത്ത് എത്ര ഷുഗർ കണ്ടന്റ് ഉണ്ടോ, ദാറ്റ് മീൻസ് ഗ്ലൂക്കോസ് ഉണ്ടോ, അവയെ ഒന്നും നശിപ്പിക്കാതിരിക്കാൻ യാർക്ക് കഴിവുണ്ട്? ഈ സോഡിയം ഫ്ലൂറൈഡിനുണ്ട്. എന്നാൽ മറ്റ് ആന്റികോയാഗുലൻസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ് ഫോർ ദ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ. അതിനകത്തുള്ള ഗ്ലൂക്കോസ് എന്ത് ചെയ്യാം, നശിച്ചു പോകാം. അത് കഴിഞ്ഞ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ എക്സാക്ട് വാല്യൂ ഷുഗറിൻ്റെ ലെവലോടെ ചിലപ്പോൾ കുറഞ്ഞായിരിക്കും നമുക്ക് കിട്ടുന്നത്. എക്സാക്ട് ബ്ലഡ് ഷുഗർ ലെവൽ നമുക്ക് അവിടെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സോഡിയം ഫ്ലൂറൈഡ് തന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ എത്തിലിൻ ഡയമീൻ ടെട്രാസെറ്റിക് ആസിഡ്, ദാറ്റ് മീൻസ് EDTA, ഹെപ്പാരിൻ, പൊട്ടാസ്യം ഓക്സലേറ്റ്, സിട്രേറ്റ് ഇതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പ്ലാസ്മ ഈസ് ദ പ്രിഫേർഡ് സാമ്പിൾ ഫോർ മെഷറിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ബിക്കോസ് ഇറ്റ് ഇസ് സെപ്പറേറ്റഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഡ്രോയിങ് ബ്ലഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ആന്റികോയാഗുലന്റ്. ആന്റികോയാഗുലന്റ് മിക്സ് ചെയ്തുകൊണ്ടുള്ള അതിലിട്ട് സാമ്പിൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യും, അവിടെ പ്ലാസ്മ സെപ്പറേറ്റ് ആകും. ആ പ്ലാസ്മയുടെ നിന്നാണ് നമ്മൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ചെക്ക് ചെയ്ത് നോക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ കിട്ടിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് സബ് അരക്നോയിഡ് ഹെമറേജ്. നെർവസ് സിസ്റ്റത്തിൻ്റെ പാത്തോളജി പഠിച്ചപ്പോൾ അവിടെ ഇഞ്ചുറി പലതരത്തിലുള്ള ബ്രെയിനിനുണ്ടാകുന്ന പലതരത്തിലുള്ള ഇഞ്ചുറീസും ഹെമറേജസും ഒക്കെ നമ്മൾ പറഞ്ഞു. അതിൽ ഒരു ടൈപ്പ് ഹെമറേജ് ആണ് സബ് അരക്നോയിഡ് ഹെമറേജ്. അതായത് നമ്മുടെ ഡ്യൂറാമേറ്റർ, പിയാമേറ്റർ, അരക്നോയിഡ് മാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള 3 ലെയർ ഉണ്ട്. ഇതിൽ പിയാമേറ്റർ, അരക്നോയിഡ് മാറ്റർ, ഡ്യൂറാമേറ്റർ. ഇപ്പോൾ ഇതിൽ മിഡിൽ ലെയർ ആണ് അരക്നോയിഡ് മാറ്റർ എന്ന് പറയുന്നത്. ഈ അരക്നോയിഡ് മാറ്റർ കഴിഞ്ഞ് ഉള്ളിലുള്ള പാർട്ടിനെയാണ്, അതിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറിനെയാണ് സബ് അരക്നോയിഡ് സ്പേസ് എന്ന് പറയുന്നത്. ഈ സബ് അരക്നോയിഡ് സ്പേസിൽ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഹെമറേജ് ഉണ്ടാകുന്നതിനെയാണ് സബ് അരക്നോയിഡ് ഹെമറേജ് എന്ന് പറയുന്നത്. അങ്ങനെ സിമ്പിൾ ഇഞ്ചുറിക്ക് ഒന്നും തന്നെ സബ് അരക്നോയിഡ് ഹെമറേജ് അധികം ഉണ്ടാകാറില്ല. ഈ സ്പേസിൻ്റെ പ്രത്യേകത അവിടെ നമ്മുടെ ആർട്ടറീസ് വരാറുണ്ട്. സെറിബ്രൽ ആർട്ടറീസിൻ്റെ ബ്രാഞ്ചസ് അവിടെ വരാറുണ്ട്. ബ്ലഡ് സപ്ലൈ ഉള്ള ലെയറാണ്. സോ അതുകൊണ്ട് തന്നെ ആ ബ്ലഡ് സപ്ലൈക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ട് അവിടെ സബ് അരക്നോയിഡ് ഹെമറേജ് ഉണ്ടാകുന്നത്. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ, എന്താണ് സബ് അരക്നോയിഡ് ഹെമറേജിൻ്റെ പ്രധാനപ്പെട്ട കോസ്, അതായത് മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത്? ഹൈപ്പർ ടെൻഷൻ ആണോ, എപ്പിലെപ്സി ആണോ, ട്രോമയാണോ, റപ്ചർ ഓഫ് ബെറി അന്യൂറിസം ആണോ? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി, റപ്ചർ ഓഫ് ബെറി അന്യൂറിസം, അതർവൈസ് നോൺ ആസ് ബെറി അന്യൂറിസത്തിന് മറ്റൊരു പേരാണ് സാക്കുലാർ അന്യൂറിസം. സാക്കുലാർ അന്യൂറിസം. എന്താണ് അന്യൂറിസം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ വീക്കനിങ് ആൻഡ് പ്രൊട്രൂഷൻ ഓഫ് ദ ആർട്ടറീസ്. അതായത് ഇങ്ങനെ ഒരു ആർട്ടറി ഇങ്ങനെയാണ് പോകുന്നത്, അവിടെ ആർട്ടറിയുടെ വാൾ ഇവിടെ വീക്കനായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ബൾജ് ചെയ്യുന്നു, ഇങ്ങനെ ബൾജ് ചെയ്തു പോകുന്നു. ഇതിനെ എന്ത് പറയും? ഇങ്ങനെ ബൾജ് ചെയ്ത് ബലൂൺ പോലെ പ്രൊട്രൂഡ് ചെയ്യുന്നതിന് ഇതിനെ അന്യൂറിസം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഷേപ്പ് അനുസരിച്ചും അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ചും അന്യൂറിസംസ് പല ടൈപ്പ് ഉണ്ട്. ഫ്യൂസിഫോം ഉണ്ട്, സിമ്പിൾ ഫോം ഉണ്ട്, സാക്കുലാർ ഉണ്ട്, നോൺ സാക്കുലാർ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, അതിൽ സാക്കുലാർ അന്യൂറിസമാണ് അല്ലെങ്കിൽ അതിനെ ബെറി അന്യൂറിസം എന്നാണ് പറയുന്നത്. അത് കൂടുതലായിട്ട് റപ്ചർ ആകുമ്പോൾ, ഇങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്ന വീക്കൻഡ് ആയിട്ടുള്ള കട്ടി കുറഞ്ഞ ഈ വോള് റപ്ചർ ആകുമ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ബ്ലീഡിങ് ഉണ്ടാകും അല്ലേ. അങ്ങനെയാണ് സബ് അരക്നോയിഡ് ഹെമറേജ് കൂടുതലായിട്ട്
ഉണ്ടാകുന്നത്. എന്താണ് ബെറി അനൂറിസം നോക്കാം. സബാരക്നോയിഡ് ഹെമറേജ് ഞാൻ തന്ന നോട്ടിനകത്ത്, ഞാൻ നമ്മുടെ ക്രാഷ് കോഴ്സിലുള്ള കുട്ടികൾക്ക് കൊടുത്ത നോട്ടിനകത്ത് അത് ക്ലിയർ ആയിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് കോമൺ കോസ് റപ്ചർ ഓഫ് സാക്കുലാർ അനൂറിസം, ദാറ്റ് ഈസ് ബെറി അനൂറിസം. സാക്കുലാർ അനൂറിസത്തിന്റെ മറ്റൊരു പേരാണ് ബെറി അനൂറിസം എന്ന് പറയുന്നത്. ഈ ബെറി അനൂറിസം റപ്ചർ ആകുന്നതാണ് കൂടുതലായിട്ട് സബാരക്നോയിഡ് ഹെമറേജ് ഉണ്ടാകുന്നത്. കാരണം അതെവിടെയൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇവിടെ നോക്കിയേ, പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി, പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി പറഞ്ഞ ഈ ഒരു ജംഗ്ഷനിൽ മൾബെറി പോലെ ബെറീസിന്റെ ആ പഴം, ബെറി പഴങ്ങൾ നിൽക്കുന്ന അതുപോലത്തെ ഒരു അപ്പിയറൻസ് ആണ് ഈ ഒരു ഈ അനൂറിസത്തിന് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഈ ഒരു പോർഷനിൽ 4% വളരെ കുറവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതലും ആൻറ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറിയുടെ നമ്മുടെ സെർബ്രത്തിലോട്ട് അല്ലെങ്കിൽ ബ്രെയിനിലോട്ടുള്ള സർക്കിൾ ഓഫ് വില്ലിസ് എന്ന് പറയുന്ന ബ്ലഡ് സർക്കുലേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിനകത്തുള്ള ആർട്ടറീസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലിവിടെ ആൻറ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറിയിലാണ് കൂടുതലായിട്ട് സാക്കുലാർ അനൂറിസം ഉണ്ടാകുന്നത്. പിന്നെ ഇവിടെ പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറിയിൽ 20% ഉണ്ടാകാറുണ്ട്. പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറിയും പോസ്റ്റീരിയർ വെർട്ടിബ്രൽ ആർട്ടറിയും ജോയിൻ ചെയ്യുന്ന ഈ ഭാഗത്ത് ഇവിടെ ചെറിയൊരളവുകളിൽ 4% അവിടെയും സാക്കുലാർ അനൂറിസം ഉണ്ടാകാറുണ്ട്. ഇപ്പൊ ബെറി അനൂറിസം, അതർവൈസ് നോൺ as സാക്കുലാർ അനൂറിസം, is a bulge in the wall of blood vessel in the brain that resembles a berry. ബെറി പോലെ കാണപ്പെടുന്ന ബ്ലഡ് വെസൽസിലെ ഒരു ബൾജ്, അതിനെയാണ് സാക്കുലാർ അനൂറിസം എന്ന് പറയുന്നത്. റൗണ്ടും ബ്ലഡ് ഫിൽഡും ആയിട്ടുള്ള സാക്ക് പ്രൊട്രൂഡ് ചെയ്ത് എന്ത് ചെയ്യുന്നു, മെയിൻ ആർട്ടറിയിൽ പ്രൊട്രൂഡ് ചെയ്ത് അതെന്ത് ചെയ്യുന്നു, അവിടെ റപ്ചർ ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, സബാരക്നോയിഡ് ഹെമറേജ് ഉണ്ടാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ഓൺവേർഡ് ക്വസ്റ്റ്യൻ. വെൻ gene is in homozygous state, the type of disease inheritance is. ഹോമോസൈഗസ് മീൻസ് രണ്ടും എഫക്റ്റഡ് ആയിട്ടുള്ളത്. ഹെട്രോസൈഗസ് മീൻസ് ഡിഫറെന്റ്, ഒന്ന് എഫക്റ്റഡും ഒന്ന് എഫക്റ്റഡ് അല്ലാത്തതുമുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജനറ്റിക് ഇൻഹെറിറ്റൻസ് പല ടൈപ്പ് ഉണ്ട്. അത് ഓട്ടോസോമൽ ഡോമിനൻ്റ് ഉണ്ട്, ഓട്ടോസോമൽ റിസസീവ് ഉണ്ട്, എക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് ഉണ്ട്, എക്സ് ലിങ്ക്ഡ് റിസസീവ് ഉണ്ട്. അപ്പോൾ ഈ 4 ടൈപ്പാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കേണ്ടത്. പക്ഷേ ഇത് കൂടാതെ ജനറ്റിക്സിൽ വേറെയും പല ടൈപ്പ് കോണ്ടിനെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കോണ്ടിനെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഉണ്ട്. അത് നമുക്കിവിടെ പഠിക്കേണ്ട. നമുക്ക് ഇൻഹെറിറ്റൻസിൽ പഠിക്കേണ്ട 4 ടൈപ്പ്, അതായത് നമ്മുടെ 46 ക്രോമസോംസിൽ 2 ക്രോമസോമും 4 ക്രോമസോം എന്ന് പറഞ്ഞ് 2 തിരിച്ചിട്ടുണ്ട്. ഇതിൽ 44 ക്രോമസോം എന്ന് പറഞ്ഞ ഓട്ടോസോമൽ ക്രോമസോംസും 2 ക്രോമസോംസ് എന്താണ്, സെക്സ് ക്രോമസോംസുമാണ്. ഇതിൽ ഓട്ടോസോമൽ ക്രോമസോംസിന് ആണ് പ്രോബ്ലം അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റി ഉണ്ടാകുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഇൻഹെറിറ്റൻസിന് എന്ന് പറയുന്നു ഓട്ടോസോമൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. അതിൽ ഒന്ന് ഡോമിനൻറ്റും, അതായത് ഒരു ഹെട്രോസൈഗസ് ആയിട്ടുള്ള, അതിൽ ഒരു ജീനിന് മാത്രം, ഒരു ക്രോമസോമിന് മാത്രമായിട്ടുള്ള പ്രോബ്ലം വരികയാണെങ്കിൽ ഹെട്രോസൈഗസ് എന്നാണ് പറയുന്നത് അല്ലേ, അത് ഓട്ടോസോമൽ ഡോമിനൻറ്റ്. 2 ക്രോമസോംസ്, അതായത് BB രണ്ടും അബ്നോർമലായിട്ട് വരികയാണെങ്കിൽ അതിന് ഓട്ടോസോമൽ റിസസീവ് എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ ഈ അടുത്ത 2 സെക്സ് ക്രോമസോംസ് ഉണ്ടല്ലോ, ഫീമെയിൽ 2 ഡബിൾ എക്സ് ക്രോമസോംസും മെയിലിൽ ഒരു എക്സും ഒരു Y ക്രോമസോംസും. ഈ ഒരു സെക്സ് ക്രോമസോംസിൽ ഏതിലെങ്കിലുമാണ് പ്രോബ്ലം ഉണ്ടാകുന്നതെങ്കിൽ അതിന് എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. അതിനും വീണ്ടും ഇതുപോലെ ഒരു ക്രോമസോംസ് ആണ് എഫക്റ്റഡ് ആയിട്ടുള്ളതെങ്കിൽ എക്സ് ലിങ്ക്ഡ് ഡോമിനൻ്റ് എന്നും, 2 ക്രോമസോംസ് എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എക്സ് ലിങ്ക്ഡ് റിസസീവ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജീൻസ് ഇൻ ഹോമോസൈഗസ് സ്റ്റേറ്റ്, ടൈപ്പ് ഓഫ് ഡിസീസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഏത്, ഹോമോസൈഗസ് ആയിട്ടുള്ള ഇൻഹെറിറ്റൻസ് ഏതെന്നുള്ളതാണ്. അതിൽ കറക്റ്റ് ഓപ്ഷൻ ഓട്ടോസോമൽ റിസസീവ് ആണ്. ഞാൻ ഓൾറെഡി നോട്ട് തന്നിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് അതിൻ്റെ 4 ആ ഒരു എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസും പിന്നെ ഓട്ടോസോമൽ ഡോമിനൻറ്റും റിസസീവും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോസോമൽ ഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രേറ്റ് ഓർ എ ഡിസീസ് is expressed when an individual has a single copy of a mutant gene on a non-sex chromosome. അതായത് ആ ഓട്ടോസോമൽ എന്ന് പറയുമ്പോൾ തന്നെ സെക്സ് ക്രോമസോമായിട്ടുള്ള 2 ഒരു ചേഞ്ചും വന്നിട്ടില്ല. നമ്മുടെ ഓട്ടോസോമലായിട്ടുള്ള 44 ക്രോമസോംസിൽ നോൺ സെക്സ് ക്രോമസോം ഇതിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ അബ്നോർമാലിറ്റി ഉണ്ടായിരിക്കുന്നത്. അതിൽ ഒരു സിംഗിൾ കോപ്പിക്ക് മാത്രം, ഒരു സിംഗിൾ കോപ്പി ജീനിന് മാത്രമാണ് അവിടെ മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഓട്ടോസോമൽ ഡോമിനൻ്റ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ദ മ്യൂട്ടൻറ്റ് ജീൻസ് എഫക്റ്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ നോർമൽ ജീൻ. അവിടെ എന്ത് ചെയ്യുന്നു, ആ മ്യൂട്ടേഷൻ സംഭവിച്ച ജീനിൻ്റെ എഫക്റ്റാണ് അവിടെ കൂടുതൽ, മറ്റു നോർമലായിട്ടുള്ള ജീനുകളെക്കാൾ കൂടുതൽ. അങ്ങനെ ഓട്ടോസോമൽ ഡോമിനൻ്റ് ഇൻഹെറിറ്റൻസിൽ ഉണ്ടാകുന്ന ഡിസീസ്, എക്സാമ്പിൾസ് ഓഫ് കണ്ടീഷൻ ദാറ്റ് ഫോളോ ദിസ് പാറ്റേൺ, അതും ചിലപ്പോൾ ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഹണ്ടിങ്ടൺ ഡിസീസ് ആൻഡ് മർഫൻ സിൻഡ്രോം ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഹണ്ടിങ്ടൺ ഡിസീസ് ആൻഡ് മർഫൻ സിൻഡ്രോം ഈസ് ദ എക്സാമ്പിൾസ് ഓഫ് ഓട്ടോസോമൽ ഡോമിനൻ്റ്
ഇൻഹെറിറ്റൻസ്. ഇത് എവിടെയാണ് സംഭവിക്കുന്നത്? നോൺ സെക്സ് ക്രോമസോംസിലാണ്. അതിൽ ഒരു സിംഗിൾ കോപ്പി ക്രോമസോമാണ് അവിടെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് ഓട്ടോസോമൽ റിസസീവ് ഇൻഹെറിറ്റൻസ്, എ ട്രൈറ്റ് ഓർ ഡിസീസ് എക്സ്പ്രസ്ഡ് when an individual has 2 copies of defective genes. ഇവിടെ സിംഗിൾ കോപ്പി ആയിരുന്നെങ്കിൽ ഇവിടെ 2 കോപ്പി, 2 copies അവിടെ ഡിഫക്റ്റീവ് ജീൻ ഉണ്ട്. മോസ്റ്റ് ജീൻസ് ഹാവ് സെക്കൻഡ് വർക്കിംഗ് കോപ്പി ബട്ട് വൺ മെ നോട്ട് ബി ഫങ്ഷണൽ. ഒന്ന് ഫങ്ഷണൽ ആയിരിക്കത്തില്ല, ഒന്ന് ഫങ്ഷണൽ ആയിരിക്കും. ഈ ഒരു പാറ്റേണിൽ ഉണ്ടാകുന്ന ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആണ് സിസ്റ്റിക് ഫൈബ്രോസിസ്, സിക്കിൾ സെൽ ഡിസീസ്, സിക്കിൾ സെൽ അനീമിയ, സിക്കിൾ സെൽ ഡിസീസ്. ഇതെല്ലാം ഓട്ടോസോമൽ റിസസീവ് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആണ്. ഇനി സെക്സ് ഹോർമോസോംസ് അതിനുണ്ടാകുന്ന ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ മ്യൂട്ടേഷൻ ആണെങ്കിൽ അതിന് എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. എ ജീൻ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ എക്സ് ക്രോമസോം. Males only have one X chromosome, so they will express a disease if it is carried on that chromosome. അതായത് എക്സ് ക്രോമസോംസിലാണ് അവിടെ പ്രോബ്ലം ഉണ്ടാകുന്നത്. എക്സ് ക്രോമസോമിന് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മെയിൽസിന് ഒരു എക്സ് ക്രോമസോമേ ഉള്ളൂ, അവർക്ക് പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എക്സ് ലിങ്ക്ഡ് ഇൻഹെറിറ്റൻസ് അവർക്കുണ്ടാകുന്നു. ഫീമെയിൽസ് ആണെങ്കിൽ 2 എക്സ് ക്രോമസോംസ് ഉണ്ട്, അതവിടെ എന്ത് ചെയ്യുന്നു, 2 കോപ്പീസ് ജീൻസിലും അത് ഒരു ഡിസീസ് പാറ്റേൺ എക്സിബിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഡിസീസസ് ആണ് ഹീമോഫീലിയ, കളർ ബ്ലൈൻഡ്നെസ്, ഇതുപോലെയുള്ള പ്രോബ്ലംസ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓട്ടോസോമൽ റിസസീവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻബോൺ ഇറേഴ്സ് ഓഫ് മെറ്റബോളിസം, അതായത് ഡയറക്ട്ലി ജനറ്റിക്കിന്റെ 3ാമത്തെ യൂണിറ്റ് ആണെന്ന് തോന്നുന്നു. സിലബസിലുള്ള കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു വേർഡാണ് ഇൻബോൺ ഇറേഴ്സ് ഓഫ് മെറ്റബോളിസം. എന്താണ് മെറ്റബോളിസം? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമുക്ക് ശരീരത്തിൽ അത് ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർഷൻ സംഭവിച്ച് പല ന്യൂട്രിയൻസും കിട്ടുന്നുണ്ട്. പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട്, പ്രോട്ടീൻസിനകത്ത് അമിനോ ആസിഡ്സ് ഉണ്ട്, അതുപോലെ അമോണിയ ഉണ്ടാകുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാകുന്നുണ്ട്, ഫാറ്റി ആസിഡ്സ് ഉണ്ടാകുന്നു. ഇങ്ങനെ പല തരത്തിലുള്ള പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അവയെല്ലാം നോർമലി മെറ്റബോളിസം സംഭവിക്കാറുണ്ട്. ഇഫ് സപ്പോസ് ആ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ ഇൻബോൺ ബൈ ബർത്ത് ചില എൻസൈംസ് ശരീരത്തിൽ കുറയുകയും ആ മെറ്റബോളിസം പലതും നടക്കാതെ വരികയും ആ മെറ്റബോളിസം നടക്കാത്തത് കൊണ്ട് ചില ഡിസീസസ് ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനെയാണ് ഇൻബോൺ ഇറർ ഓഫ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഇവിടെ അതിലുള്ള ഒരു ടൈപ്പാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. ഇൻബോൺ ഇറർ ഓഫ് മെറ്റബോളിസം റിസൾട്ടിംഗ് ഫ്രം എ ഡിഫക്റ്റ് ഇൻ ദ ഓക്സിഡേറ്റീവ് എൻസൈം തൈറോസിനേസ് എന്നുള്ള എൻസൈമിൽ, അതായത് നമ്മുടെ ശരീരത്തിൽ ന്യൂട്രിയൻസ് മെറ്റബോളിസം നടക്കുന്നെങ്കിൽ പല എൻസൈംസ് നമുക്ക് അവിടെ വേണം. അതിൽ തൈറോസിനേസ് എന്നുള്ള എൻസൈമിൻ്റെ ഡിഫക്റ്റ് കാരണം അല്ലെങ്കിൽ അതിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ്? മാപ്പിൾ സിറപ്പ് ഡിസീസ്, ആൽബിനിസം, ഫിനൈൽ കീറ്റോന്യൂറിയ, ആൽക്കപ്റ്റോന്യൂറിയ. കറക്റ്റ് ഓപ്ഷൻ ബി ആൽബിനിസം ആണ്. ഇൻബോൺ ഇറേഴ്സ് ഓഫ് മെറ്റബോളിസം. ഇവിടെ നോക്കുക ആൽബിനിസം എന്താണെന്നുള്ളത്. എ ഡിസീസ് ഓഫ് തൈറോസിൻ മെറ്റബോളിസം. തൈറോസിൻ ഈസ് ഇൻവോൾവ് ഇൻ മെലാനിൻ പ്രൊഡക്ഷൻ. നമ്മുടെ ശരീരത്തിൻ്റെ സ്കിന്നിന് നമ്മൾ പുറം രാജ്യങ്ങളിലുള്ള എന്താ പറയുക, അമേരിക്കയിലും യൂറോപ്യൻ കൺട്രീസിലുള്ള ആൾക്കാർക്കൊക്കെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ഫെയർ ആണ്. നമ്മുടെ ഏഷ്യൻസിൻ്റെ സ്കിൻ എന്ന് പറയുമ്പോൾ ഇച്ചിരി ഡാർക്ക് സ്കിൻ അല്ലെങ്കിൽ ഫെയർ അത്ര നല്ല ഫെയർ അല്ല അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് പറയാം, നമ്മുടെ ശരീരത്തിൽ എന്താ നോർമലി നമുക്ക് മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അവിടെ തൈറോസിൻ്റെ ഡെഫിഷ്യൻസിയോ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയോ ഒന്നുമില്ല. ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ഗുഡ് സൺലൈറ്റ് അല്ലെ, നല്ല സൺലൈറ്റ് കിട്ടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളിൽ നിന്ന് വിറ്റമിൻ ഡി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ മെലാനിൻ പ്രൊഡക്ഷൻ നോർമലായിട്ട് നടക്കുകയും ചെയ്യുന്നു. എന്നാൽ ചില ആളുകളിൽ അവിടെ ഈ ഒരു തൈറോസിൻ്റെ ഡെഫിഷ്യൻസി കാരണം മെലാനിൻ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ മുടിക്കും സ്കിന്നിനും കണ്ണിനും ഒക്കെ എന്ത് ചെയ്യുന്നു, കളർ കുറയുന്നു. ചില പൂച്ചക്കണ്ണന്മാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും, വെള്ളിക്കണ്ണെന്നൊക്കെ പറഞ്ഞ് പറയില്ലേ, അവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ ആ കറുത്ത ആ ഒരു കളർ അല്ലെങ്കിൽ കോർണിയയുടെ ആ ഒരു ഭാഗത്തുള്ള കറുപ്പ് കളർ നമുക്ക് കിട്ടാത്തത്, പിഗ്മെൻറ്റേഷൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഈ മെലാനിൻ്റെ അളവ് കുറവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെളുത്ത സ്കിന്നായിരിക്കും ചില ആൾക്കാർക്ക് അല്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണ്? മെലാനിൻ പ്രൊഡക്ഷൻ അവിടെ കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടിയല്ലോ. ദിസ് മെലാനിൻ പ്രൊഡക്ഷൻ കുറയുന്ന അല്ലെങ്കിൽ തൈറോസിൻ ഡെഫിഷ്യൻസി കാരണം മെലാനിൻ പ്രൊഡക്ഷൻ കുറഞ്ഞ് ഉണ്ടാകുന്ന ഡിസീസാണ് ആൽബിനിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ലാസ്റ്റ് 7th ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫോർ 5 മാർക്ക് ഓൾസോ യു ക്യാൻ എക്സ്പെക്ട് ദിസ് ക്വസ്റ്റ്യൻ ഇൻ ദ എക്സാം. ദാറ്റ് ഈസ് ഡൗൺ സിൻഡ്രോം. അതായത് ഒരുപാട് തവണ എക്സാമിന് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ പ്രിനേറ്റൽ മാർക്കർ ഫോർ ഡൗൺ സിൻഡ്രോം. അതായത് ഈ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ, അതായത് നമ്മൾ
എന്ത് ചെയ്യുന്നു, അമ്മ പ്രഗ്നൻ്റ് ആയിട്ട് ആൻറ്റിനേറ്റൽ ചെക്കപ്പുകൾ നടത്തുന്ന സമയത്ത് അൾട്രാസൗണ്ട് നമ്മൾ പലതവണ ചെയ്തു നോക്കും, ചില ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു നോക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അമ്നിയോസിന്തസിസ് ചെയ്തു നോക്കും, കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് ചെയ്തു നോക്കും. ഇതൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പ്രിനേറ്റൽ ഡയഗ്നോസിസിൻ്റെ അവിടെ നമ്മൾ പഠിച്ചതാണ്. അമ്നിയോസിന്തസിസ് എന്താണ്, കോറിയോണിക് വില്ലേജ് സാമ്പിളിംഗ് എന്താണ്, അൾട്രാസോണോഗ്രഫി എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അതിലൂടെ നമുക്ക് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ, അമ്മയുടെ യൂട്രസിലുള്ളത് ഡൗൺ സിൻഡ്രോം ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അത് എങ്ങനെയാണ് കുഞ്ഞ് ജനിക്കുന്നതിന് മുന്നേ തന്നെ ആ പ്രഗ്നൻസി പീരീഡിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. വെൻ വി ആർ ഡൂയിങ് അൾട്രാസോണോഗ്രഫി USG സ്കാൻ ചെയ്യുന്ന സമയത്ത് കുഞ്ഞിൻ്റെ നാസൽ അവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ നോർമലി നാസൽ ബോണുകളെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മുഖത്ത് മൂക്കിലുള്ള എല്ലുണ്ടായിരിക്കും. പക്ഷേ ഈ ഡൗൺ സിൻഡ്രോം ബേബീസിലെ നാസൽ ബോൺ എന്തായിരിക്കും, ഒന്നുകിൽ ആബ്സെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ നാരോഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതേ ഉണ്ടാകത്തുള്ളൂ. ഇതിനെയാണ് ഡൗൺ സിൻഡ്രോമിൻ്റെ പ്രിനേറ്റൽ മാർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മറ്റു ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്? ഡിസ്മോർഫിക് അപ്പർ ലിംസ്, പോളിസിസ്റ്റിക് കിഡ്നി, ആബ്സെൻസ് ഓഫ് എക്കോജനിക് കാർഡിയാക് ഫോക്കസ്, പിന്നെ നാലാമത്തെ ഓപ്ഷൻ ആബ്സെൻസ് ഓഫ് നാസൽ ബോൺ ആയിരുന്നു. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഡി, ആബ്സെൻസ് ഓഫ് നാസൽ ബോൺ ആണ് ഇസ് ദ പ്രിനേറ്റൽ മാർക്കർ ഓഫ് ഡൗൺ സിൻഡ്രോം. ഇവിടെ നോക്കുക, ഡൗൺ സിൻഡ്രോമിൻ്റെ എല്ലാ മാർക്കേഴ്സും ഇവിടെ ഉണ്ട്. അതായത് മെറ്റേണൽ സീറം നമ്മുടെ ബ്ലഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ PAPPA ലോ ആയിരിക്കും, AFP പ്രോട്ടീൻ ലോ ആയിരിക്കും, UE3 എന്ന് പറയുന്നത് ലോ ആയിരിക്കും, HCG എലിവേറ്റഡ് ആയിരിക്കും, ഇൻഹിബിൻ A എലിവേറ്റഡ് ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ അത്രയും കൂടുതൽ ഈ AFPയും പിന്നെ HCGയും ഒന്ന് നോട്ട് ചെയ്തേക്കുക. ബാക്കിയുള്ളതൊന്നും ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. AFP ജസ്റ്റ് ലോ ആയിരിക്കും, HCG എലിവേറ്റഡ് ആയിരിക്കും. പിന്നെ ഫീറ്റൽ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ, അതായത് അമ്മയുടെ യൂട്രസിനകത്ത് കുഞ്ഞിനെ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ നക്കൽ ട്രാൻസ്ലുവൻസി ഇൻക്രീസ് ചെയ്തിരിക്കുന്നതായിട്ടും നാസൽ ബോൺ ഒന്നുകിൽ ആബ്സെൻ്റ് അല്ലെങ്കിൽ വളരെ സ്മോൾ, ഇവിടെ നാസൽ ബോൺ ഒന്നുകിൽ ആബ്സെൻ്റ് അല്ലെങ്കിൽ വളരെ ചെറുതെന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. നക്കൽ ഫോൾഡ് തിക്നെസ് ലാർജർ ആയിരിക്കും, ഫീമറും ഹ്യൂമറസും ഷോർട്ടർ ആയിരിക്കും, എക്കോജനിക് കാർഡിയാക് ഫോക്കസ് പ്രസന്റ് ആയിരിക്കും. നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തുന്ന ആബ്സെന്റ് എന്നായിരുന്നു, ആക്ച്വലി ഡൗൺ സിൻഡ്രോമുള്ള പേഷ്യൻസിന് ഇത് പ്രസന്റ് ആയിരിക്കും. പിന്നെ ഡക്ടസ് വിനോസസ് ഡോപ്ലർ ചെയ്യുമ്പോൾ റിവേഴ്സ്ഡ് എ വേവ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിൽ നോട്ട് ചെയ്യേണ്ടത്. ഈ ഇത്രയും പോയിന്റ്സ് ഇവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കാരണം ഇതിപ്പോൾ ഇന്ന് നാസൽ ബോൺ ഓപ്ഷൻ വന്നെങ്കിൽ എക്കോജനിക് കാർഡിയോ ഫോക്കസ് ആയിരിക്കാം അടുത്ത് ചിലപ്പോൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നക്കൽ ട്രാൻസ്ലുവൻസി ആയിരിക്കാം ചിലപ്പോൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഫീമറും ഹ്യൂമറസും ഷോർട്ടർ ആയിരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഏത് ഡിസീസാണ് ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനുണ്ടാകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ചിലപ്പോൾ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അത് ഡൗൺ സിൻഡ്രോമാണ്. ഓക്കെ, ഡൗൺ സിൻഡ്രോം എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഓൾറെഡി നോട്ട് തന്നിട്ടുണ്ട് കോഴ്സിലുള്ള കുട്ടികൾക്ക്. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. അവിടെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏത് ക്രോമസോമിലാണ് ഈ ഒരു ഡൗൺ സിൻഡ്രോം ഉണ്ടാകുന്നതിന് കാരണം, ഏത് ക്രോമസോമിൽ ഉണ്ടാകുന്ന അബ്നോർമാലിറ്റിയാണ്, അതായത് ക്രോമസോം 21 ഉണ്ടാകുന്നത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അതായത് 46 ക്രോമസോം നമുക്ക് നോർമലി ഉണ്ടാകുന്നതിന് പകരം 47 ക്രോമസോം ട്രൈസോമി 21, അതായത് 21ാമത്തെ ക്രോമസോമിന് 2 ക്രോമസോമിന് പകരം ഒരു എക്സ്ട്രാ ക്രോമസോം കൂടെ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇതിനെ ട്രൈസോമി 21 എന്ന് പറയുന്നത്. അങ്ങനെ ടോട്ടലി 46 ക്രോമസോമിന് പകരം 47 ക്രോമസോംസ് അവിടെ കുട്ടികളിൽ ഉണ്ടാകുന്നു. അതാണ് എന്തിന് കാരണമാകുന്നത്, ഡൗൺ സിൻഡ്രോം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു മെൻ്റൽ റിട്ടാർഡേഷനായിട്ടും മാറുന്നതിന് കാരണമാകുന്നു. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കാവുന്നതാണ്. അതിൻ്റെ ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് എല്ലാം ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്, പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ജനിക്കുന്ന കുട്ടികളിൽ എന്തൊക്കെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും, പിന്നെ എന്തൊക്കെ അതുപോലെ ഡയഗ്നോസിസ് എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്, അവരുടെ ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതുപോലെ സ്കെൽറ്റൻ സിസ്റ്റത്തിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത്, ഇതെല്ലാം അവിടെ നോട്ട് ചെയ്ത് പഠിക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നോട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പോസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് വായിക്കാവുന്നതേ ഉള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ നോട്ട് എടുത്ത് വായിക്കുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത്, അതിപ്പോൾ നമ്മുടെ 7 ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പാത്തോളജിയിലും ജനറ്റിക്സിനകത്തും ഇല്ല.
ആകെ ഫാർമക്കോളജിയിൽ മാത്രമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഷോർട്ട് നോട്ടിനകത്ത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അത് 4 ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ചില ആളുകളിൽ ചിലപ്പോൾ ഇവിടെ ജെനറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. പക്ഷേ രാജീവ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഇതുവരെ ജെനറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ 5 മാർക്കിന് ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇനിയുള്ള എക്സാംസിന് വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് ഇതുവരെ ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇനി ചോദിക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്നാലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഷോർട്ട് നോട്ട്സിൽ പാത്തോളജിക്ക് കൊടുക്കുക. ഓക്കെ, സിറോസിസ് ഓഫ് ലിവർ വളരെ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സിറോസിസ് ഓഫ് ലിവർ. ഇതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്ലാസ് എടുക്കേണ്ട കാര്യമല്ല. ആക്ച്വലി സിറോസിസ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി അല്ലേ. എത്ര വർഷം കൊണ്ട് പഠിക്കുന്നതാണ് ലിവറിൽ സിറോസിസ് എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, ഹെപ്പറ്റോസൈറ്റ്സ് നശിക്കുന്നത്, അതായത് ലിവറിലുള്ള സെല്ലുകളെ പറയുന്നതാണ് ഹെപ്പറ്റോസൈറ്റ്സ്. ആ ഹെപ്പറ്റോസൈറ്റ്സുകൾ നശിച്ച് സ്കെയർഡ് ആയിട്ടുള്ള സ്കെയറിങ് സംഭവിക്കുന്നതിനെയാണ് സിറോസിസ് ഓഫ് ലിവർ എന്ന് പറയുന്നത്. അതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ് എന്ന് പറയുന്നത് ആൽക്കഹോളിസം ആണ്. അതിൻ്റെ മറ്റ് അസോസിയേറ്റഡ് കോസസ് ഏതൊക്കെയാണ്, അതിൻ്റെ പത്തോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ്, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡയഗ്നോസിസ് എന്തൊക്കെയാണ്. പത്തോളജി എന്ന് പറയുമ്പോൾ നമ്മളവിടെ ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് പ്രാധാന്യം നമ്മളവിടെ കൊടുക്കുന്നില്ല. പത്തോളജിക്കൽ ചേഞ്ചസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഡിസീസ് കണ്ടീഷൻ എന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, എന്താണ് അതിൻ്റെ പത്തോളജിക്കൽ ചേഞ്ചസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ 5 മാർക്കിന് കണക്കാക്കി 2-2.5 പേജ് എഴുതുക. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ കൂടുതൽ നോട്ട്സിലോട്ട് പോകുന്നില്ല. നെക്സ്റ്റ് അടുത്ത കണ്ടീഷൻ ഇതുപോലെ എംഫൈസീമ ഇറ്റ്സ് എ കണ്ടീഷൻ ഇൻ റെസ്പിറേറ്ററി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഇതിൻ്റെ ആൻസേഴ്സ് പറയുന്നില്ല. ആൻസേഴ്സ് നിങ്ങൾ നോട്ട് നിങ്ങളുടെ കയ്യിൽ റെഫർ ചെയ്ത് തന്നെ പഠിക്കുക. കാരണം നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ തരുന്നത്. അത് പറയുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നോട്ട് കയ്യിലുണ്ടെങ്കിൽ നോട്ട് എടുത്ത് പഠിക്കുക. എംഫൈസീമ റെസ്പിറേറ്ററി കണ്ടീഷനാണ്. അതും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക, എന്താണ് എംഫൈസീമ, അതിൻ്റെ കോസസ് എന്താ, കോസസ് ഒക്കെ എഴുതുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതുക. റെസ്പിറേറ്ററി കണ്ടീഷനൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി ഇഷ്ടം പോലെ കോസസ് ഉണ്ട് അല്ലേ. അതിൻ്റെ കോസസ് എഴുതുക, അതിൻ്റെ പെത്തോളജിക്കൽ ചേഞ്ചസ് എഴുതുക, അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ് എഴുതുക, ട്രീറ്റ്മെൻറ്റ് അറിയാമെങ്കിൽ ട്രീറ്റ്മെൻറ്റും കൂടെ ചുരുക്കിയൊന്ന് എഴുതുക 5 മാർക്കിന്. അതുപോലെ നെക്സ്റ്റ് കണ്ടീഷൻ ബ്ലഡ് ഡിസോർഡേഴ്സ്, ഹെമറ്റോളജിക്കൽ ഡിസോർഡേഴ്സിനകത്ത് വരുന്ന അനീമിയ എന്ന് പറയുന്ന ഒരു ടൈപ്പിലുള്ള മെഗലോബ്ലാസ്റ്റിക് അനീമിയ. അതിൽ ഏത് അനീമിയ വേണമെങ്കിലും ചോദിക്കാം. അയൺ ഡെഫിഷ്യൻസി അനീമിയ ചോദിക്കാം, മെഗലോബ്ലാസ്റ്റിക് അനീമിയ ചോദിക്കാം അല്ലേ. ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ചോദിക്കാം. ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ഒക്കെ 5 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്. ഓക്കെ, അത് ചോദിക്കാം, അത് നോട്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഓഫ് നേഴ്സ് ഇൻ ജനറ്റിക് കൗൺസിലിംഗ്. അതായത് നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് 5ാമത്തെ ജനറ്റിക്സിൻ്റെ 5ാമത്തെ യൂണിറ്റ് ജനറ്റിക് കൗൺസിലിങ്ങിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഒരേ ഒരു ക്വസ്റ്റ്യനാണ് റോൾ ഓഫ് നേഴ്സ് ഇൻ ജനറ്റിക് കൗൺസിലിംഗ്. ജനറ്റിക് കൗൺസിലിംഗ് നമ്മുടെ റോൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഒരു നേഴ്സ് ജനറ്റിക്സ് പഠിക്കുന്നത്. നേഴ്സസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊഫഷൻ, നഴ്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷൻ ജസ്റ്റ് ഒരു ഡ്രഗ്സ് കൊടുക്കുക, ജസ്റ്റ് വൂണ്ട് ഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. പല മേഖലകൾ, സർജിക്കൽ ഫീൽഡ് നമ്മളുണ്ട്, ICUനകത്തുണ്ട്, OPDയിലുണ്ട്, ആൻറ്റിനേറ്റൽ കെയർ ഏരിയയിലുണ്ട്, പോസ്റ്റ്നേറ്റൽ കെയർ ഏരിയയിലുണ്ട്, ഈ ഹോം കെയറിലുണ്ട്, അതുപോലെ കമ്മ്യൂണിറ്റീസ് ഹെൽത്ത് സെൻ്ററിലുണ്ട്, പലയിടത്തും നമുക്ക് റോളുണ്ട്. അവിടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനറ്റിക് ഡിസോർഡേഴ്സുകളുടെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഒരു പരിധിവരെ നമുക്ക് എത്രത്തോളം അത് തടയാൻ പറ്റുമോ അത് അത്രത്തോളം അവോയ്ഡ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മെറ്റേണൽ കൗൺസിലിംഗ് കൊടുക്കുക. അതായത് അമ്മയാകാൻ പോകുന്നവർക്ക്, അമ്മയാകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ജനറ്റിക് ഡിസോർഡേഴ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രിവെൻറ്റീവ് സ്റ്റെപ്സുകൾ എടുക്കേണ്ടത്, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാം, നിങ്ങളുടെ പാരമ്പര്യമായിട്ട് നിങ്ങളുടെ ഹിസ്റ്ററി, അച്ഛൻ, അമ്മ, അപ്പുപ്പൻ, അമ്മുമ്മ, മെറ്റേണൽ ഫാദറും പെറ്റേണൽ ഫാദറും, അമ്മയുടെ അച്ഛനും അമ്മയും അച്ഛൻ്റെ അമ്മയും അച്ഛനും അല്ലേ, ഇങ്ങനെ 2 പാർട്ടുള്ള എന്തെല്ലാം ജനറ്റിക് ഡിസോർഡേഴ്സ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ഹിസ്റ്ററി കളക്ട് ചെയ്ത് അതിൽ ഏത് തലമുറയിൽ അത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് കുഞ്ഞിനുണ്ടാകാൻ ചാൻസ് ഉണ്ടോ, ഇതെല്ലാം നോക്കുകയും ആ അമ്മ പിന്നെ പ്രഗ്നൻ്റ് ആകുമ്പോൾ അത് പീരിയോഡിക്കലി ആ ജനറ്റിക് ടെസ്റ്റുകൾ നടത്തി പ്രിനേറ്റൽ ഡയഗ്നോസിസ് നടത്തുകയും ഈ സപ്പോസ് ഏതെങ്കിലും ഒരു റിസ്ക് അവിടെ ആ ഒരു കുഞ്ഞിന് ഒരു ജനറ്റിക് ഡിസോർഡേഴ്സോടെ ജനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അപ്പോഴും തന്നെ, അതായത് ജനിക്കുന്നതിന് മുന്നേ തന്നെ എങ്ങനെ നമുക്കത് ടെർമിനേറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ പരിധി എത്ര വരെയാണെന്നും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ വരെയാണെന്നും എങ്ങനെ നമുക്കിതൊക്കെ തടയാമെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം, കൗൺസിലിംഗ് കൊടുക്കണം. ദാറ്റ് ഈസ് അവർ റോൾ ഇൻ ജനറ്റിക് കൗൺസിലിംഗ്. ഓക്കെ, അത് ഓരോ സ്റ്റേജസ് ആയിട്ട് നിങ്ങൾ വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ ഇവിടെ 5 മാർക്കിനായി റോൾ ഓഫ് നേഴ്സ് ഇൻ ജനറ്റിക് കൗൺസിലിംഗ്. അടുത്ത് നമുക്കുള്ളത്
അവിടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ നമ്മുടെ മറ്റു സബ്ജക്റ്റുകൾ പോലെയല്ല, ഇവിടെ ഡയറക്റ്റ്ലി 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഒരു അര മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് ആ 10 മാർക്കും ഇവിടെ കിട്ടണം. ഓരോ 2 മാർക്കും ഹാഫ് പേജ്, ഇവിടെ ഇങ്ങനെ ഒരു സിംഗിൾ പേപ്പർ ആണെങ്കിൽ ഹാഫ് പേജ് 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അടുത്ത ഹാഫ് പേജ് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ എഴുതി ചേർക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒന്നുകിൽ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ലിസ്റ്റ് ഡൗൺ എന്ന് തന്നെ ചോദിക്കണമെന്നില്ല, അല്ലാതെയും ചോദിക്കാം അല്ലേ, ജസ്റ്റ് പോയിന്റ് തന്നിട്ട് അത് വിശദീകരിക്കാൻ വേണ്ടി അങ്ങനെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്രോസിസ് ആൻഡ് എപ്പോട്ടോസിസ്, അതായത് നമ്മുടെ പാത്തോളജി 1ന്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ ഇൻഫ്ലമേഷൻ, വൂണ്ട് ഹീലിംഗ് ഒക്കെ അവിടെ പഠിച്ചാൽ നെക്രോസിസ് എന്താണ്, എപ്പോട്ടോസിസ് എന്താണ്, ഹൈപ്പർട്രോഫി എന്താണ്, എറ്റോഫി എന്താണ് എന്നൊക്കെ ഉള്ളത് അല്ലേ. അപ്പോൾ ആ ടെർമിനോളജീസ് എല്ലാം അവ തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഒന്ന് പഠിച്ചു വെക്കുക. അത് ഒന്ന് പോയിന്റ് ഇടുക. ഒന്ന് നെക്രോസിസിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക, എപ്പോട്ടോസിസിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. അതല്ലെങ്കിൽ നെക്രോസിസ് എപ്പോട്ടോസിസിനെ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് 2 കോളം വരച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ എഴുതാം. സമയമില്ല എങ്കിൽ ജസ്റ്റ് പാരഗ്രാഫായിട്ട് എഴുതിയാലും മതിയാവും. എന്തായാലും മിനിമം ഹാഫ് പേജ്, മാക്സിമം 1 പേജ്, മിനിമം ഹാഫ് പേജ് സമയമുള്ളതുപോലെ ഹാഫ് പേജ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. നെക്സ്റ്റ് ഉള്ളത് ഇവിടെ ഞാൻ പഠിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. നിങ്ങൾക്ക് തന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അകത്തും ഇതുണ്ട്. Differentiate between necrosis and apoptosis. Next, differentiate between benign tumor and malignant tumor. എന്താണ് benign tumor, എന്താണ് ട്യൂമർ, എന്താണ് benign tumor, എന്താണ് malignant tumor. ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർലി ആ ലൊക്കേഷനിലുള്ള സെല്ലുകൾ അൺകൺട്രോൾഡ് ആയിട്ട് ഗ്രോ ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്രോലിഫറേറ്റ് ചെയ്യുന്നു, അതിനെയാണ് ട്യൂമർ എന്ന് പറയുന്നത്. പക്ഷെ ബിനൈൻ എന്ന് പറഞ്ഞാൽ ആ ട്യൂമർ ഗ്രോത്ത് പർട്ടിക്കുലർലി ആ ഒരു ലൊക്കേഷനിൽ മാത്രമായിട്ട് കാണപ്പെടുന്നു. ഇറ്റ് ഈസ് നോട്ട് സ്പ്രെഡഡ് ടു other parts of the body. But malignant tumor means it started to spread to other parts of body through blood, lymph or എന്താ പറയുക മറ്റു ഇമ്മ്യൂണിറ്റി മെക്കാനിസംസിലൂടെ എന്ത് ചെയ്യുന്നു, ഇറ്റ് സ്റ്റാർട്ടഡ് ടു സ്പ്രെഡ് ടു അതർ ഏരിയാസ്. നെക്സ്റ്റ് വൺ, എക്സുഡേറ്റ് ആൻഡ് ട്രാൻസുഡേറ്റ്. ഇതും ഞാൻ പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സുഡേറ്റ് ആൻഡ് ട്രാൻസുഡേറ്റിൻ്റെയും വ്യത്യാസം, അതും ഇതുപോലെ ഹാഫ് പേജ് എഴുതുക. നെക്സ്റ്റ്, ലിസ്റ്റ് ഡൗൺ 4 ക്രോമസോമൽ അനോമലീസ്. നമ്മൾ ഒരുപാട് ക്രോമസോമൽ അനോമലീസ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 എണ്ണം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 4 എണ്ണത്തിന് പകരം നിങ്ങൾക്ക് 10 എണ്ണം ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അറിയാവുന്ന അത്രത്തോളം 7, 8, 10 ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അതല്ല എങ്കിൽ ഈ 4 ക്രോമസോമൽ അബ്നോർമാലിറ്റി നിങ്ങൾ ഏതൊക്കെ എഴുതുന്നോ അതിന് ഓരോ സെൻറ്റൻസ് മീനിങ്, ഓരോന്നിനും എക്സ്പ്ലനേഷൻ കൂടെ കൊടുക്കുക. അപ്പോൾ ലിസ്റ്റ് ഡൗൺ ആണെന്ന് പറഞ്ഞതെങ്കിലും 4 എണ്ണം മാത്രമേ നിങ്ങൾക്ക് അറിയുമെങ്കിൽ ആ 4 എണ്ണത്തിന് എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കുക. ഇല്ല എങ്കിൽ അതിൻ്റെ എണ്ണം കൂട്ടി എഴുതുക. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു അര മാർക്കോ അന്നൊന്നും കുറഞ്ഞൊന്നും പോകത്തില്ല. 2 മാർക്ക് എന്നുള്ള 2 മാർക്ക് അതുപോലെ കിട്ടും. നെക്സ്റ്റ്, മൈറ്റോസിസും മിയോസിസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ മിയോസിസിൻ്റെ 4 ഫേസുകൾ ഏതൊക്കെയാണ്, മൈറ്റോസിസും മിയോസിസും നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, അപ്പോൾ 4 ഫേസുകൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഒന്നുകിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതും അവിടെ നിർത്തുക, അതല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതിൻ്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതാണ് എനിക്ക് ഇഷ്ടം. ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാറുള്ളത് അങ്ങനെയാണ്. നിങ്ങൾ ഒരിക്കലും ലിസ്റ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ അത് മാത്രമായിട്ട് വേർഡുകൾ മാത്രം എഴുതി വെക്കരുത്. ജസ്റ്റ് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൂടെ, അല്ലെങ്കിൽ അതിന് ആ ഒരു മിയോസിസ് അല്ലെങ്കിൽ മൈറ്റോസിസും മിയോസിസും എന്താണെന്ന് ഒരു പാരഗ്രാഫും കൂടെ നിങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് 2 മാർക്ക് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ചില കുട്ടികൾ ചോദിക്കും 2 മാർക്കിന് എന്തിനാണ് അത്ര എഴുതുന്നത്? നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതല്ല. ഈ 2 മാർക്കിൽ 2 മാർക്കേ ഉള്ളൂ, അതിൽ കൂടുതൽ എന്തായാലും ഒരു തരത്തില്ല എത്ര നിങ്ങൾ എഴുതിയാലും. പക്ഷേ ആ 2 മാർക്കിൽ അര മാർക്ക് പോലും നമുക്ക് കുറഞ്ഞു പോകാൻ പാടില്ല. അതിന് കണക്കാക്കി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എക്സാം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് ഡേയിലുള്ള എക്സാം ഫാർമക്കോളജി 1-2, പെത്തോളജി 1-2, ജെനറ്റിക്സ്. ഫാർമക്കോളജി 1-2ൻ്റെ ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്ന് ഡിസ്കസ് ചെയ്തത് പെത്തോളജി 1-2ഉം ജെനറ്റിക്സും കൂടെ ചേർത്ത് 37 മാർക്കിന്. ഇവിടെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, പിന്നെ 7 1-വേർഡ് ക്വസ്റ്റ്യൻ. ഇവിടെ ആ 7 1-വേർഡ് ക്വസ്റ്റ്യനും ഈ 10 മാർക്കും കൂടെ കിട്ടിയാൽ തന്നെ നമുക്കവിടെ 17 മാർക്കായി. പിന്നെ 20 മാർക്കിന് എന്തുണ്ട്, 4 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 4 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് അവിടെ മുഴുവനും കിട്ടിയില്ലെങ്കിലും മിനിമം ഒരു 4 മാർക്ക് ആണ് ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 3 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ 12 മാർക്ക് കൂടെ കിട്ടി, 29 മാർക്സ്. ഓക്കെ, ഇറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. 37ൽ 29 മാർക്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു മാർക്കാണ്. ഓക്കെ,
ഇതാണ് നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യനും അവിടെ എഴുതാതെ വിട്ട് കളഞ്ഞിട്ട് പോരരുത്. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക. നെഗറ്റീവ് മാർക്സ് ഇല്ല, നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യുക. അതുപോലെ എന്താണോ അറിയാവുന്നത്, ഇനി സപ്പോസ് നിങ്ങൾക്ക് ഒട്ടും തന്നെ അറിയാത്ത ടോപ്പിക് ആണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്കിലും എഴുതി വെച്ചിട്ട് വരിക. അതിൻ്റെ അർത്ഥം എല്ലാ ക്വസ്റ്റ്യനും എന്തെങ്കിലും എഴുതി വെച്ചിട്ട് വരാൻ അല്ല. സപ്പോസ് നിങ്ങൾ എല്ലാം പഠിച്ചു, അതിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല എങ്കിൽ ആ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാകും, അതെങ്കിലും അവിടെ ഒന്ന് എഴുതി വെച്ചിട്ട് വരിക. ഓക്കെ, ഡോണ്ട് ലീവ് empty spaces in the question paper, not in the question paper, in the answer sheet. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതുക. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിൻ്റെ ആയിരിക്കും കേട്ടോ. മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് 2ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, മറ്റൊരു കാര്യം കൂടെ മറക്കണ്ട, നമ്മുടെ കോഴ്സ്, റെഗുലർ കോഴ്സ് 5th സെം നിങ്ങളുടെ എക്സാം കഴിയുമ്പോൾ തറവായിട്ട് നെക്സ്റ്റ് 5th സെമ്മെങ്കിലും തറവായിട്ട് നന്നായിട്ട് ആദ്യം മുതലേ 1 by 1 ആയിട്ട് യൂണിറ്റ് വൈസ് ആയിട്ട് പഠിച്ച് അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഫൈനൽ ടൈമിൽ ഇത്രയും ടെൻഷൻ അടിക്കാതെ ആദ്യം മുതലേ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാം. ഫോർ എൻക്വയറി യു കൺ കോൺടാക്ട് ദിസ് നമ്പർ. നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം 8891127927 എന്നുള്ള നമ്മുടെ ഓഫീസ് നമ്പറിലോട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും. അത് കൂടാതെ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്, അതായത് നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന കുട്ടികളായാലും അല്ലാത്തവരായാലും അവരെങ്ങനെയാണ്, എന്തൊക്കെ സബ്ജക്ട്സാണ് നിങ്ങൾക്ക്, ഏതൊക്കെ സബ്ജക്ട്സ് നിങ്ങളുടെ 5th സെമ്മിലുണ്ട്, അതിൽ ഏതൊക്കെ സബ്ജക്ട്സ് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് ബുക്ക് റെഫർ ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ അടുത്ത വീക്കിൽ തന്നെ, നെക്സ്റ്റ് വീക്കിൽ തന്നെ നമ്മുടെ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. കാരണം അഡ്മിഷൻ ഒരു കുറച്ച് സമയം നമ്മൾ ഈ ഒരു ഓഫർ എമൗണ്ട് കൊടുക്കുന്നുള്ളൂ, ആദ്യം ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രം. അത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഫുൾ എമൗണ്ട് 3499 പേ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ജോയിൻ ചെയ്യാൻ പറയുന്നത്. ക്ലാസ്സിൻ്റെ ആക്സസ് ടിൽ യുവർ എക്സാം കിട്ടുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ.